ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. രാമേട്ടൻ ബാലനോട് പറയണ, എടാ ബാല, നീ ഇങ്ങനെ ആൾക്കാരെ കണ്ണു അടിച്ച് വിശ്വസിക്കരുത്. രാമേട്ട, ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്നെ. ആൾക്കാർ നമ്മളെ വിശ്വസിക്കുന്നത് പോലെ തന്നെ വേണ്ടേ അവരെ നമ്മളും തിരിച്ച് വിശ്വസിക്കാൻ എന്ന് ചോദിക്കുക. തൊട്ടടുത്ത് നിൽക്കുന്ന ദേവി ഇത് കേൾക്കുമ്പം ആകെ കുറ്റബോധത്തോടു കൂടി തല നിൽക്കുകയാണ് കേട്ടോ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. രാമേട്ടൻ കടയിലെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാനും മോളുവേ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ദേവിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണേ. രാമേട്ടൻ ആകാശിന്റെ അടുത്തേക്ക് ചെല്ലുക. ആകാശ് കടയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ ബാലന്റെ ഒരു സ്വഭാവം. ഇപ്പൊ തന്നെ ആ ലോഡുകാർക്ക് പകുതി പൈസ പോലും കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറയാ. അത് കേൾക്കുന്ന ആകാശ് പറയും, 2026 മോഡൽ ഹരിചന്ദ്രനാ ഇറങ്ങിപ്പോയത്. അതിനെ ഒന്നും ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. എന്തിനാ മാറുന്നത്? എടാ ആകാശേ, ഈ കടയിൽ ഇപ്പോഴും കച്ചവടം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് നീ കരുതി വെച്ചിരിക്കുന്നത്? ആൾക്കാർക്ക് ബാലനോടുള്ള വിശ്വാസം. ഒരു ചാക്കില് ഒരു ചെറിയ ഉറുമിനെ കണ്ടാൽ പോലും ആ ചാക്കോടെ എടുത്ത് ബാലൻ കളയും. അങ്ങനെ ഏതെങ്കിലും കച്ചവടക്കാർ ചെയ്യുവോടാ? വേണമെങ്കിൽ കുറച്ചും കൂടി ഉറുമ്പുകളെ കൊണ്ടിടും, തൂക്കം കൂടട്ടെ എന്ന് പറഞ്ഞ്. പക്ഷെ ബാലൻ അങ്ങനെയല്ല. എത്ര സത്യസന്ധനായിട്ടാ കട നടത്തിക്കൊണ്ട് പോകുന്നത്. ആ ഒരു വിശ്വാസം ബാലനോട് ഈ നാട്ടുകാർക്കുള്ളതുകൊണ്ടാണ് ഈ കടയുടെ വിജയം ഇതുപോലെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. എൻ്റെ പൊന്നു രാമേട്ട, ആളെ വിട്ടുപിടി. കടയിലുള്ളപ്പം ആ ഗോമതി സ്റ്റോർ ബാലൻ്റെ തള്ളു ഞാൻ കേൾക്കണം. ഇതിപ്പം അങ്ങേര് പോയ കഴിഞ്ഞാൽ അങ്ങേർക്ക് വേണ്ടി നിങ്ങളുടെ തള്ളു ഞാൻ കേൾക്കേണ്ട അവസ്ഥയാണല്ലോ എന്ന് ചോദിക്കുക. തള്ളല്ലടാ, ഇത് ഞാൻ സത്യമാണ് പറഞ്ഞത് എന്ന് അപ്പം രാമേട്ടൻ പറയണം. അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആനന്ദ് അങ്ങോട്ട് കയറി വരുന്നത്. ആരിത്, ആനന്ദോ എന്ന് രാമേട്ടൻ ചോദിക്കുക. കുറേ കാലമായല്ലോ ഈ വഴിക്കൊക്കെ വന്നിട്ട്, ഇങ്ങോട്ടായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ആകാശ് പറയാം, ഈ വഴിക്ക് കാണാത്തവരൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് തുടങ്ങിയല്ലോ. അതിന് കാരണമെന്നത് രാമേട്ടന് മനസ്സിലായോ എന്ന് ചോദിക്കുക. പിന്നല്ലാതെ എന്ന് രാമേട്ടൻ പറയാ. ഒരു കാരണവും ഇല്ലടാ എന്ന് പറയാ. എടാ ഒന്നുമില്ല, ഇവിടെ അടുത്തൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഓണർ ആയിരുന്നെങ്കിൽ അല്പം വൈകുകയും ചെയ്യും. എന്നാ പരിധി ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന്, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ വരാം, സാധനം എടുത്ത് കൊടുക്കുക എന്ന് ആനന്ദ് ആകാശിനോട് പറയാ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ എടുത്ത് തരണം എന്ന് അവരപ്പോൾ പറയാണ് കേട്ടോ. ഇതേ സമയം ആനന്ദ് രാമേട്ടനോട് പറയാം, രാമേട്ടാ, എന്നാലും 25,000 രൂപ എവിടെ പോയി? അതിനെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ? രാമേട്ടന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പിടുത്തമുണ്ടോ? ധർമ്മൻ എന്തായാലും അത് ചെയ്യത്തില്ല എന്ന് അപ്പം രാമേട്ടൻ പറയാണ്. അല്ല, രാമേട്ടന് ഇനി ആരെങ്കിലും സംശയമുണ്ടോ? ആര് സംശയിക്കാനാ എന്ന് രാമേട്ടനപ്പം ചോദിക്കാൻ കേട്ടോ. അതും ശരിയാ, രാമേട്ടൻ ആരെ സംശയിക്കാനാ എന്ന് ആനന്ദ ഒന്നും അറിയാത്തതുപോലെ പറയണേ. എന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുക. അല്ല, എന്താണ് ചെറിയൊരു ഇൻവെസ്റ്റിഗേഷനൊക്കെ മണക്കുന്നുണ്ടല്ലോ? ഒരു ഇൻവെസ്റ്റിഗേഷനും ഇല്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത ആളും കടയിലേക്ക് കയറി വരേ. ഏട്ടൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ആകാശ് ആനന്ദനെ കൂട്ടിക്കൊണ്ട് മാറി നിൽക്കും. എന്താടാ, എന്താ കാര്യം? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമല്ലേ എന്ന് ചോദിക്കുക. അല്ല, ഏട്ടൻ പതിവില്ലാതെ കടയിലേക്ക് വരുന്നു. 25,000 രൂപയുടെ കാര്യം രാമേട്ടനോട് അന്വേഷിക്കുന്നു. ഇതിലെന്തോ ഉണ്ടല്ലോ. ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതെ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ എന്ന് ചോദിക്കാണ് കേട്ടോ ആകാശ്. എടാ, മാവൻ ഒരിക്കലും മോഷ്ടിക്കില്ല. ആ പണം എവിടെ പോയി? നമുക്കത് അറിയണ്ടേ എന്ന് ചോദിക്കാം. ഏട്ടാ, സത്യം പറ, മിസ്റ്റർ ബാലന് എന്നെ ഡൗട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഒന്ന് പോടാ, അച്ഛന് നിന്നെ സംശയമൊന്നുമില്ല, എനിക്ക് അത്ര വിശ്വാസമില്ല എന്ന് ആകാശ് പറയൂട്ടോ. ഏട്ടാ, എൻ്റെ ഒരു ഊഹം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ അച്ഛൻ ആകെ ഒരാളെ ഡൗട്ടുള്ളൂ, അതെന്നെയാ. നമ്മുടെ അച്ഛന് എന്നെ ഒരു വിശ്വാസവും ഇല്ല എന്ന് ആകാശ് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ആനന്ദ് പറയും, ഒന്ന് പോടാ ചുമ്മാ. ആനന്ദേട്ടാ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ സത്യം പറഞ്ഞതാ. ഞാൻ എന്തായാലും എൻ്റെ മീനാക്ഷി സ്റ്റോർ തുടങ്ങും. പക്ഷെ അതിന് ഗോമതി സ്റ്റോറിൽ നിന്ന് 25,000 രൂപ മോഷിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമേ എനിക്കില്ല. നല്ല അന്തസ്സായിട്ട് പലിശക്കെടുക്കും. നീ ഒന്ന് പോടാ എന്ന് ആനന്ദപ്പ പറയൂട്ടോ. ആകാശെ 150 രൂപ മേടിച്ചോ എന്ന് പറയൂട്ടോ. ആകാശേ, എടാ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ആ പെട്ടി ഒന്ന് പിടിച്ചു തന്നേ എന്നും പറഞ്ഞാൽ രാമേട്ടൻ ആകാശിനെ വിളിച്ചോണ്ട് പോവാ. സമയം ആകാശും രാമേട്ടനും പോയ തക്കം നോക്കി ആനന്ദ് ചുറ്റും ഒന്ന് നോക്കുവാണ് കേട്ടോ. മേശയിൽ നിന്ന് പൈസ എടുത്താൽ കിട്ടാൻ പറ്റുന്നൊരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലം നോക്കിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ആനന്ദ് ഒരു ക്യാമറയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ക്യാമറയിൽ മേശയിൽ നിന്ന് പൈസ എടുത്താൽ കറക്റ്റായിട്ട് കിട്ടണം. അതിന് പറ്റുന്നൊരു സ്ഥലം നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു നല്ല സ്ഥലം, അതിനായിട്ട് പറ്റുന്നൊരു സ്ഥലം തന്നെ നമ്മുടെ ആനന്ദിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ആനന്ദ് ആ ക്യാമറ എടുത്ത് നോക്കുക. തൻ്റെ എല്ലാ കള്ളത്തരോ ഇതോടുകൂടി പൊളിയോടോ ഉദയഭാനു എന്ന് മനസ്സിലിങ്ങനെ പറയാം. പെട്ടെന്ന് ആകാശം രാമേട്ടനും കൂടി ഒരു ചാക്കേട്ടും എടുത്തോണ്ട് അങ്ങോട്ട് വരിക. അവർ തന്നെ ശ്രദ്ധിക്കുന്ന
ശ്രദ്ധിക്കുന്നില്ല എന്ന് ആനന്ദ് ശരിക്കും നോക്കുന്നുണ്ട്. ശ്രദ്ധ ഇങ്ങോട്ടല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ പതിയെ ക്യാമറ ഫിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ആനന്ദാണെങ്കിൽ അവിടെ നിൽക്കുക. രാമേട്ടനും ആകാശും ഓരോരോ ജോലിയിൽ വ്യാപൃതരായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ താൻ വന്ന കാര്യം നടന്നതിന് ശേഷം ആനന്ദ് ഫോൺ എടുത്തത് മറ്റൊന്നിനുമല്ല, ആ ക്യാമറ ആനന്ദിൻ്റെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോണിൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇനി എന്തായാലും ആ കള്ളം കുടുങ്ങും. ഈ ക്യാമറയിൽ വൃത്തിയായിട്ട് പതിയുകയും ചെയ്യും. ഒന്നെങ്കിൽ ഉദയഭാനു അല്ലെങ്കിൽ ദേവി, ഇവരിൽ ഒരാളാണ് ആകാശ് ഉറപ്പായിട്ട് മോഷ്ടിച്ചത്. ആരാണെങ്കിലും അത് ഉടനെ തന്നെ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കള്ളനെ കൈയോടെ പൊക്കും ഞാൻ. ഒരുപാട് കാലമൊന്നും ഈ സ്റ്റോർ പറ്റിച്ചുകൊണ്ട് ആ കള്ളന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. സമയം നമ്മുടെ അനു അവളുടെ റൂമിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കയ്യിൽ ഫോണിൽ ഒരു ഫോട്ടോയും നോക്കിക്കൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ധർമ്മന്റെ കല്യാണത്തിന് അവരെല്ലാവരും കൂടി ചേർന്നെടുത്ത ഫോട്ടോയാ. ഈ ഫോട്ടോയിൽ കാണുന്ന 2 പേരിന്ന് ദേവമംഗലത്തില്ല. ആദ്യം ദേവമംഗലത്ത് നിന്ന് ഞാൻ ഇറങ്ങി, അതിനുശേഷം ധർമ്മൻ മാമനും ഇറങ്ങി. ഞാനില്ലാത്തത് ഒരു പക്ഷേ അവർ സഹിച്ചേക്കാം, പക്ഷേ ധർമ്മമാമന്റെ ഈ പടിയിറക്കം അവരെല്ലാവരെയും ആകെ തളർത്തി കാണും എന്നൊക്കെ അനുശ്രീ മനസ്സിൽ പറയാണ്. അവിടെ പോയി എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അവരെല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടല്ലേ ഈ കൃഷ്ണമംഗലത്തേക്ക് ഞാൻ വന്നത്. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ അനുശ്രീയുടെ മനസ്സിലേക്ക് വരിക. ഇതേ സമയം ഓഫീസിലേക്ക് പോയ മീനാക്ഷിയും ആര്യനും നേരെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. നല്ല ദേഷ്യത്തിലാണ് 2 പേരും വരുന്നത്. അപ്പം നമ്മുടെ മിത്ര ഇറങ്ങി വരികയാണ്. ആര്യനും മീനാക്ഷിയും തിരിച്ചു വരുന്ന കാണുന്ന മിത്ര സംശയത്തോടു കൂടി നിൽക്കുക. അപ്പം മീനാക്ഷിയാണ് ആദ്യം വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഇതെന്നാ ചേച്ചി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നത്? ചേച്ചി ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആര്യനും അങ്ങോട്ട് വരിക. അല്ല, നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ എന്നപ്പം മിത്രയോട് ചോദിക്കുക. അപ്പച്ചി ആകെ വിഷമിച്ചിരിക്കുക, അതുകൊണ്ട് ഞാനിന്ന് പോകുന്നില്ല എന്ന് വെച്ചു എന്ന് മിത്ര മറുപടി പറയാണ്. അല്ല, എന്തു പറ്റി? എന്താ ആര്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആര്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മിത്ര ചോദിക്കൂട്ടോ. ആര്യൻ എന്താ ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നേ? മീൻ ചേച്ചി എന്താ കാര്യം? അവൻ്റെ കാര്യത്തിൽ ഇന്നത്തോടെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കും എന്ന് ആര്യം പറയാം. ഇത് ആരുടെ കാര്യം ആര്യ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ നാറിയില്ലേ അലോക്, അവൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ആര്യ കാര്യം എന്താ? അവൻ എന്താ ചെയ്തേ എന്ന് മിത്ര ചോദിക്കുകയാണ് കേട്ടോ. എന്താ മീൻ ചേച്ചി കാര്യം? നിങ്ങൾ 2 പേരും എന്താ ദേഷ്യത്തോടെ നിൽക്കുന്നേ? ഒന്നോട്ട് തുറന്നു പറയുന്നുമില്ലല്ലോ എന്ന് വീണ്ടും മിത്ര മീനാക്ഷിയോടും ആര്യനോടുമായിട്ട് ചോദിക്കുക. അപ്പം അവർ 2 പേരും ഒന്നും മിണ്ടില്ല. ആര്യൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി മീനാക്ഷി നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ സംഭവം? എന്താണെന്ന് നിങ്ങൾ ആരും പറയുന്നുമില്ല, പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുക എന്ന് മിത്ര ചോദിക്കാം. സമയം കൃഷ്ണമംഗലത്ത് അനന്തനാണെങ്കിൽ ആകെ വെകളി പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ. പെട്ടെന്ന് അച്യുതൻ അങ്ങോട്ട് ഒരു ഫോണിൽ നോക്കിക്കൊണ്ട് അവിടേക്ക് വരിക. എടാ അച്യുത എന്ന് അനന്തൻ അപ്പം അച്യുതനെ വിളിക്കുക. എന്താ ചേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അച്യുതൻ അനന്തൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. എന്താ കാര്യം? ഏട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഏട്ടൻ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉണ്ട്, പറയാം എന്ന് അപ്പം അനന്തൻ പറയാ. ഞാനേ നിന്നോടൊരു കാര്യം സംസാരിക്കാൻ ഇരിക്കുമായിരുന്നേ. എന്താ ഏട്ടാ കാര്യം എന്ന് ചോദിക്കുക. അത് നീ എങ്ങനെ എടുക്കൂന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാം. ഏട്ടൻ എന്തായാലും കാര്യം പറ, അതിനുശേഷമല്ലേ എങ്ങനെ എടുക്കും വേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ. നമ്മുടെ ആര്യൻ്റെയും മിത്രയുടെയും കാര്യമാ എന്ന് അനന്തൻ പറയൂട്ടോ. ആര്യൻ്റെയും മിത്രയുടെയും കാര്യമോ? അപ്പോൾ ഇഷ്ടക്കേടോടുകൂടി അച്യുതനാണെങ്കിൽ അനന്തനെ നോക്കുവാണേ. ഇതേ സമയം തന്നെ അലോകും കൃഷ്ണമംഗലത്തേക്ക് വരുന്നത് ആര്യൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കേട്ടോ. അലോക് വണ്ടി ഓഫ് ചെയ്ത് കൃഷ്ണമംഗലത്തേക്ക് നടന്നു പോവാം. അപ്പം ആര്യന് ദേഷ്യം വരിക. എടാ അലോകെ, അവിടെ നിൽക്കടാ, ആ പെണ്ണ് എവിടെടാ എന്ന് ചോദിക്കുകയാണ്. എന്താടാ, ഏത് പെണ്ണ് എന്ന് അലോക് അപ്പം തിരിച്ചു ചോദിക്കുക. പെണ്ണോ എന്ന് മിത്രയപ്പം ചോദിക്കുക. ദേ, നീ എൻ്റെ മുന്നിൽ നാടകം കളിക്കരുത് എന്ന് ആര്യം വീണ്ടും പറയാം. അപ്പം അലോക് പുച്ഛത്തോടു കൂടി നിൽക്കുക. നീ ആ പെണ്ണിൻ്റെ കൂടെ എങ്ങോട്ടാടാ പോയത് എന്ന് ചോദിക്കുക. എടാ, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകും, ഇഷ്ടമുള്ളിടത്ത് സ്ഥലത്ത് ഞാൻ ഇറക്കും, അതിന് നിനക്കെന്താടാ എന്ന് ആര്യനോട് തിരിച്ച് അലോക് ചോദിക്കുക. എന്താ മീനച്ചേച്ചി പ്രശ്നം? ഏത് പെണ്ണിൻ്റെ കാര്യം ആര്യനെ പറയുന്നത്? എന്നിട്ട് അലോക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആര്യൻ വിളിക്കുക. നിക്കട ചെറ്റ അവിടെ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി. അപ്പം ആര്യനും അലോകും തമ്മിലുള്ള ഈ സംസാരം കേട്ടുകൊണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനുശ്രീയാണ് റൂമിൽ നിന്നത് കേൾക്കുന്നുണ്ട്. ഇതേ സമയം ഗോമതിയും പേടിച്ചു പോവാ. എന്താ ശബ്ദം? ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്നറിയാതെ ഗോമതി പുറത്തേക്ക് പോകാനായിട്ട് നോക്കുക. ആരിൻ്റെ സൗണ്ടല്ലേ അത്? അതെ, ആര്യൻ ചേട്ടൻ്റെ സൗണ്ട് ആണല്ലോ ഇത്. മിത്രയും അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. എല്ലാവരും പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുക. ഇതേ സമയം അലോകിൻ്റെ കോളറിൽ പോയി പിടിക്കുകയാണ് ആര്യൻ. എടാ, എവിടെടാ അവള്? സത്യം പറയടാ എന്ന് ചോദിക്കുക. നിനക്കിത് എന്തിൻ്റെ കേടാടാ? ഞാനേ പല പെണ്ണുങ്ങളുടെ പുറകെ നടക്കും, അത് ബൈക്കിൻ്റെ പിന്നിൽ കയറ്റുകയും ചെയ്യും,
അതിനൊക്കെ നിനക്ക് എന്താടാ എന്ന് ചോദിക്കുക. ഇതേ സമയം ഈ ശബ്ദം കേട്ടുകൊണ്ട് അനന്തനും അച്യുതനും കൂടി പുറത്തേക്ക് വരിക. എങ്കിലേ നീ ഒരു കാര്യം കേട്ടോ, ഒരു പെണ്ണല്ല ഇനി ഒരുപാട് പെണ്ണുങ്ങൾ എൻ്റെ ബൈക്കിന്റെ പിന്നിൽ കയറും. നീ എന്ത് ചെയ്യടാ എന്ന് ചോദിക്കുക. എടാ, എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടേ നീ കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് ഊരു ചുറ്റും നടക്കുന്നതേ ഞാൻ മിണ്ടാതെ നോക്കി നിൽക്കുന്നത് നീ കരുതിയോടാ എന്ന് ചോദിച്ചുകൊണ്ട് അലോകിനിട്ട് എടുത്തിട്ട് അടിക്കാൻ കേട്ടോ ആര്യൻ. അലോകിനാണെങ്കിൽ ആര്യന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും കൃഷ്ണമംഗലത്തുള്ളവരെ ഹാളിലേക്ക് വരിക. എന്താ ഇവിടെ ഒരു ശബ്ദം, എന്താ അറിയില്ല എന്ന് അപ്പം നന്ദിനി പറയാൻ കേട്ടോ. ഇതേ സമയം അനന്തനാണെങ്കിൽ ബാ പോയി നോക്കാം എന്ന് പറയാണേ. അപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ മീനു ചേച്ചി എന്ന് മിത്ര മീനുവിനോട് പറയാം. ബാ നമുക്ക് പോയി പിടിച്ചു മാറ്റാം. ആര്യ എന്താ ഈ കാണിക്കുന്നേ, ആര്യ വീട് ആര്യ എന്നും പറഞ്ഞ് മിത്ര പിടിച്ചു മാറ്റാനായിട്ട് നോക്കുക. ഇതേ സമയം കൃഷ്ണമംഗലത്തു നിന്നും എല്ലാവരും കൂടി ഓടി വരിക. അപ്പം അലോകിനെ എടുത്തിട്ടടിക്കുന്ന കാണുമ്പോൾ ഓടി വരികയാണ് കേട്ടോ അച്യുതനും അനന്തനും കൂടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ലോകെ, നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ എൻ്റെ പെങ്ങളുടെ ജീവിതം ചവിട്ടി അരിച്ചിട്ട് നീ ഉണ്ടല്ലോ സന്തോഷത്തോടെ ജീവിക്കുന്നത് നോക്കി നിൽക്കത്തില്ല ഈ ആര്യൻ എന്ന് ഞാൻ പറയാം. അപ്പോഴത്തേക്ക് ആര്യനെ മാറ്റാനായിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് വരിക. എല്ലാവരും മാറി നിൽക്കുക, ദേ രണ്ടും പേര് മാറി നിൽക്കുക. എടാ, നിന്നോട് മാറി നിൽക്കാനല്ലേടാ ഞാൻ പറഞ്ഞത്, നീ എന്തിനാ ഇവനോട് പോയി വഴക്കുണ്ടാക്കുന്നത്? നീ എന്താടാ കരുതിയത്? എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുമ്പോൾ അത് ചോദിക്കാൻ ആരും ഉണ്ടാകില്ലെന്നോ എന്ന് ആര്യൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണേ. അവളുടെ ഏട്ടനായ ഞാനുണ്ടടാ ഇവിടെ എന്ന് ആര്യൻ വീണ്ടും പറയാണ്. ഇതേസമയം അച്യുതനാണ് മനസ്സ് ചിന്തിക്കുക. ഓ, ഇവനാണെങ്കിൽ ആര്യൻ്റെ മുന്നിൽ പോയി തന്നെ ചാടിക്കൊടുത്തോ എന്ന്. അപ്പം അലോക് ദേഷ്യത്തോടു കൂടി പറയും, ഞാനേ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും, നീ കേട്ടോടാ എന്ന് അലോക് വീണ്ടും ആര്യനോട് പറയാൻ കേട്ടോ. നീ ഇന്ന് ഇഷ്ടത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്ന് ആര്യൻ വീണ്ടും പറയാൻ കേട്ടോ. ഇതേസമയം ഇതെല്ലാം കണ്ടും കേട്ടും എന്ത് ചെയ്യണമെന്ന് അനുശ്രീക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് ഞാൻ ഒരു പെണ്ണിനെ കണ്ടു, നാളെ ഞാൻ മറ്റൊരുത്തയെ കാണും. അതിൻ്റെ കണക്ക് പുസ്തകം നിന്റെ മുന്നിൽ തുറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടാ എന്ന് പറയാണ്. എടാ, നിന്നെ ഞാൻ കൊല്ലൂടാ എന്നും പറഞ്ഞുകൊണ്ട് ആര്യം വീണ്ടും ചെല്ലും. ആര്യ, എന്താ ആര്യ എന്ന് പറഞ്ഞ് മീനുവും നമ്മുടെ മിത്രം കൂടി പിടിച്ചു വെക്കും കേട്ടോ. അപ്പം അച്യുതൻ പറയും, ദേ മാറി നിന്നോ, എൻ്റെ മോൻ്റെ ദേഹത്തോ ഒരിക്കൽ കൂടി കൈവച്ചാ നീ വിവരം അറിയും എന്ന് അച്യുതനപ്പം അവിടെ നിന്ന് പറയാണ്. അത് ഇപ്പം അപ്പോഴും നമ്മുടെ അനു ഒന്നും പറയുന്നില്ല കേട്ടോ. ഇവിടെ ആരും നിങ്ങളുടെ മകന്റെ ദേഹത്ത് വെറുതെ കൈവച്ചിട്ടില്ല എന്ന് അപ്പൊ ഗോമതി പറയാം. അവൻ എന്താ ചെയ്തതെന്ന് ആദ്യം ചോദിക്കുക, എന്നിട്ട് കാര്യം പറ എന്ന് അച്യുതനോട് പറയാം. എന്താടാ കാര്യം എന്ന് ചോദിക്കാം. അപ്പൊ അലോക് തല കുനിച്ച് നിൽക്കാണ് കേട്ടോ. ഓ കണ്ടോ, അവന് പറയാൻ എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് അപ്പൊ ഗോമതി വീണ്ടും ചോദിക്കുകയാണെ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണോ എന്ന് അനന്തരം ചിന്തിക്കാം. എടാ, നിന്നോട് അലോക ചോദിക്കുന്നത്, ഇവൻ എന്തിനാ നിന്നെ തല്ലിയതെന്നാ ഞാൻ ചോദിക്കുന്നത്, നിനക്കെന്താ പറയാൻ മറുപടി ഇല്ലേ എന്ന് ചോദിക്കാണ്. എന്താടാ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ഗോമതിയും അപ്പ ചോദിക്കുക. നിന്റെ നാവെന്താടാ ഇറങ്ങിപ്പോയോ? ഇവരോട് നീ പറഞ്ഞതൊക്കെ നീ നിന്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയടാ എന്ന് വീണ്ടും പറയണം. ഇത്ര നേരം നിനക്ക് നല്ല നാക്കായിരുന്നല്ലോ, ഇപ്പം എന്തേ ആ നാക്ക് ഇറങ്ങിപ്പോയോ എന്ന് ചോദിക്കാം. ഗോമതി, എന്താ ഇവിടെ നടക്കുന്നേ, എന്തിനാ ഇവർ തമ്മിൽ തല്ലുകൂടുന്നേ എന്ന് ഇന്ദ്രാമി അപ്പ ചോദിക്കാം. അമ്മേ, അവനോട് തന്നെ ചോദിക്കുക, അവൻ പറയും, അവനവിടെ നിൽക്കുമല്ലേ. അലോകെ, എന്താടാ കാര്യം എന്ന് ഇന്ദ്രാമ്മ അപ്പ ചോദിക്കുകയാണ് കേട്ടോ. ഈ കാര്യം തുറന്നു പറഞ്ഞാൽ എല്ലാവരും തന്നെ അടിക്കുന്ന അലോകിനറിയാം, അതുകൊണ്ട് മിണ്ടാതെ നിൽക്കും. അവൻ മിണ്ടില്ല മുത്തശ്ശി എന്ന് ആര്യനപ്പ പറയാണ്. അത്ര നെറുകെട്ട കാര്യമാണ് അവൻ ചെയ്തതേ അത്ര വൃത്തികേടാണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. കണ്ടില്ല തല കുനിച്ച് നിൽക്കുന്നത്. എടാ, നീ താലി കെട്ടിയ എൻ്റെ അനിയത്തിയോട് ഒരു തുള്ളി ആത്മാർത്ഥത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോടാ എന്ന് ആര്യനപ്പം വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. എന്താടാ, എന്താ പ്രശ്നം എന്ന് അപ്പം ഇന്ദ്രമ്മ വീണ്ടും ചോദിക്കാം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണോ എന്ന് കരുതി ധർമ്മനും അടുത്തേക്ക് ചെല്ലാം. എടാ അലോകെ, എന്താ പ്രശ്നം, ആര്യൻ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാടാ എന്ന് ചോദിക്കാം. ധർമ്മ, നീ എന്തിനാ അവൻ്റെ ഭാഗം പറയുന്നേ? ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ഇവനെ തല്ലാൻ അവനാരാ എന്ന് ചോദിക്കാം. അച്ചുവേട്ടാ, ആദ്യം ഇവൻ എന്താ ചെയ്തതെന്ന് അച്ചുവേട്ടൻ ചോദിക്കുക. തെറ്റ് ആരുടെ ഭാഗത്താണ് എന്ന് അറിയാതെ ആര്യനെ കുറ്റപ്പെടുത്തണ്ട എന്ന് ധർമ്മം പറയും. മാമ, അവൻ ചെയ്ത കാര്യം അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പറയാനേ അവന് ധൈര്യം ഉണ്ടാവില്ല എന്ന് അപ്പം മീനാക്ഷി പറയൂ കേട്ടോ. അത്രയ്ക്ക് നല്ല കാര്യമാണ്, കാരണം അവൻ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, ഞങ്ങളിത് കണ്ടതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് വീണ്ടും മീനാക്ഷി പറയാം. എന്താ സംഭവം എന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കുക.
അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നീ ചെയ്തേ എന്ന് മിത്രയും അലോകിനോട് ചോദിക്കുകയാണ്. അപ്പം രാജശ്രീ അങ്ങോട്ട് വരിക. എടാ നീ എന്താടാ ചെയ്തത് എന്ന് രാജശ്രീ വീണ്ടും ചോദിക്കുക. എടാ നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, നീ എന്ത് കാര്യമാണ് ചെയ്തത്, നീ എന്താ ചെയ്തേ, അവരുടെ മുഖത്ത് നോക്കി നീ പറയടാ, എന്ത് കാര്യമാണ് നീ അത്ര മോശപ്പെട്ടത് ചെയ്തതെന്ന് എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ എന്ന് രാജശ്രീ പറയാം. അവൻ പറയില്ല എന്ന് ആര്യനപ്പ രാജശ്രീയോട് പറയും. അവൻ ചെയ്തത് എന്താണെന്നേ ഞാൻ നല്ല വ്യക്തമായിട്ട് പറയാം എന്ന് ആര്യൻ പറയും. അവൻ പറയില്ല, പക്ഷെ ഞാൻ പറയാം. എൻ്റെ പെങ്ങളെ താലി കെട്ടി അവൻ ഈ കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുവന്നിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഊര് ചുറ്റുമായിരുന്നു അവൻ, അത് ഞാൻ കണ്ടു എന്ന് അത്ര തന്നെ എന്ന് ആര്യനപ്പ പറയാൻ കേട്ടോ. വിശ്വസിക്കാൻ കഴിയാതെ അനന്തം നിൽക്കുക. അത് കണ്ടിട്ടാ ഞാൻ ഇവനെ തല്ലിയത്. എൻ്റെ പെങ്ങളെ ചതിക്കാൻ ഒരുത്തിനെ ഞാൻ സമ്മതിച്ച് കൊടുക്കില്ല. അവള് ഞങ്ങളെ ധിക്കരിച്ചിറങ്ങിപ്പോയെന്നും കരുതി അവളെ ഞങ്ങൾ നടതള്ളിയതൊന്നുമല്ല. അവക്കൊരാവശ്യം വന്നാൽ ഈ ചേട്ടൻ കാണും എപ്പോഴും എന്ന് ആര്യം പറയാം. അപ്പം രാജശ്രീയും അക തല കുനിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ. കാരണം അച്ചുവേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും ഇപ്പം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടാണല്ലോ നിൽക്കുന്നത്. കേട്ടല്ലോ, നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവ ഗുണം നീ കേട്ടല്ലോ എന്ന് അനുശ്രീയോട് ഗോമതി അപ്പം ചോദിക്കുകയാണ്. ദേ നിനക്ക് കല്യാണം കഴിക്കാൻ ഇവനെ അല്ലാതെ വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേ, ഈ പോകനെ നിനക്ക് കെട്ടാൻ കിട്ടിയോളൂടി എന്ന് വീണ്ടും ചോദിക്കാം. ഇങ്ങനെ ഒരുത്തൻ എന്ന് ഗോമതി പറയാൻ കേട്ടോ. നല്ലൊരുത്തനെ വീട്ടുകാരാലോചിച്ചപ്പം നിനക്ക് അവനെ വേണ്ട, എന്നിട്ട് കിട്ടിയതോ ഇവനെ പോലെ ഒരുത്തനെ. ഇപ്പം നീ കണ്ടില്ലേ നിന്റെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നടി എന്ന് ഹനുവിനോട് വീണ്ടും ഗോമതി ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആർക്കും മറുപടിയില്ല. അപ്പം രാജശ്രീ പറയും, എടാ അലോകെ, നീ സ്നേഹിച്ച പെണ്ണ അനുശ്രീ, അവളെ നീ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് നീ എന്തിൻ്റെ കേടാ ഒരു എതിർപ്പും പറയാതെ ഞങ്ങൾ അവളെ സ്വീകരിക്കുകയും ചെയ്തു, എന്നിട്ട് നീ എന്താടാ ഈ കാണിച്ചത്, നീ എന്തിനാണ് പിന്നെ വേറെ വല്ലവരുടെയും പുറകെ പോകുന്നത്, എടാ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഇന്ദിരാമ്മയും ചോദിക്കുക. ഞങ്ങൾ എന്തിനാ മുത്തശ്ശി കള്ളം പറയുന്നേ എന്ന് ആരും ചോദിക്കുക. എൻ്റെ കൂടെ ഏടത്തി ഉണ്ടായിരുന്നു, മുത്തശ്ശിക്ക് സംശയം ഉണ്ടെങ്കിൽ ഏടത്തിയോട് ചോദിച്ചാൽ മതി എന്ന് മീനാക്ഷി ചൂണ്ടിക്കൊണ്ട് ആരും പറയാണ്. എന്താടാ നീ എന്താ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എന്ന് ഗോമതി അലോകനോട് ചോദിക്കുക. ഇപ്പോഴും ചെയ്ത തെറ്റ് സമ്മതിക്കാൻ നീ തയ്യാറല്ലല്ലേ എന്ന് ചോദിക്കുക. എന്ത് തെറ്റ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അലോക് വീണ്ടും പറയാൻ കേട്ടോ. ആരുടെ കൂടെ നടക്കണം, ആരെ ബൈക്കിൽ കയറ്റണം, എവിടെ ഇറക്കണം, അതൊക്കെ ഞാനാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരല്ല. എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ നിങ്ങളൊക്കെ ആരാ? അതെ, ദേവമംഗലത്തുനിന്ന് അനുമതിയൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാം. എടാ എന്നും പറഞ്ഞ് ആര്യൻ വീണ്ടും ആണെങ്കിൽ തല്ലാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും മീനാക്ഷിയും ഇത്രയും കൂടി പിടിച്ചു നിർത്തും. വേണ്ട ആര്യ എന്ന് പറയും. പിന്നെ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചതേ 10 ലക്ഷം രൂപ ശ്രീധനവും പുതിയൊരു കാറും 75 പവൻ സ്വർണ്ണമൊന്നും തന്നിട്ടല്ലല്ലോ, വെറുതെ വലിഞ്ഞു കയറി വന്നതല്ലേ എന്ന് ചോദിക്കാം. അതൊക്കെ തന്നിട്ട് പെൺവീട്ടുകാരുടെ അധികാരം കാണിക്കാൻ വാ, അതിനൊരു അന്തസ്സുണ്ട്. ഇവൻ എന്തൊരു നെറുകെട്ടവനാ എന്നപ്പോഴത്തേക്കും ആരും പറയാം. അതെ, നിന്നെപ്പോലെ വൃത്തികെട്ടവൻ്റെ അല്ല, നല്ല ഒന്നാം തരം ഒരു ചെറുക്കനെ ഞങ്ങളുടെ അനിയത്തിക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചതാടാ എന്ന് ആരും പറയാം. 10 ലക്ഷം രൂപ ശ്രീധനവും ഒരു പുതിയ കാറും 75 പവൻ സ്വർണവും എൻ്റെ അച്ഛൻ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാടാ, പക്ഷെ നീ അത് അർഹിക്കുന്നില്ലടാ എന്ന് പറയാം. കൊള്ളാവുന്ന ഒരുത്തന് ഈ പറഞ്ഞതൊക്കെ കൊടുത്ത് കെട്ടിച്ചയക്കുന്നതിലെ ഞങ്ങൾക്ക് സന്തോഷമുള്ളടാ, ഞങ്ങൾക്ക് ഒരു ഒഴുപ്പവും ഇല്ല. പക്ഷെ നിനക്ക് എന്ത് അർഹതയുണ്ടടാ എന്ന് ചോദിക്കുക. നിന്നെ പോലൊരു പരനാറിക്ക് ഇത്രയൊക്കെ തരുന്നത് എന്തിനാടാ, അതിനുള്ള എന്താടാ നിനക്കുള്ളത് എന്ന് ചോദിക്കുക. എൻ്റെ മോളെ പറഞ്ഞു പറ്റിച്ച് നല്ലൊരു കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവളുടെ ഭാവി പോലും തുളച്ചിട്ട് നീ അവളോട് പോലും വിശ്വാസവഞ്ചന അല്ലേടാ കാണിക്കുന്നത് എന്ന് ചോദിക്കുക എന്ന് ഗോമതിയെ. അയ്യോ, നിങ്ങളുടെ മോളുടെ വിശ്വസ്തനായ ഭർത്താവായിട്ട് ജീവിക്കാനേ എനിക്ക് താല്പര്യമേ ഇല്ല എന്ന് അവിടെ നിന്ന് അലോക് പറയാം. ഇന്ന് തന്നെ ഒരു പെണ്ണിൻ്റെ കൂടെയല്ലേ കണ്ടത്, ഇനി ഞാൻ പല പെണ്ണുങ്ങളുടെ കൂടെയും ഞാൻ പോകും. എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇനി നിന്നെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ കണ്ട അന്ന് നിന്റെ അന്ത്യമാ, നീ എന്നെ ഒരു പുല്ലും ചെയ്യില്ലടാ എന്ന് പറയട്ടോ അലോക്. നീ ഇന്ന് ഞാനിത് ശരിയാക്കി തരാടാ എന്നും പറഞ്ഞുകൊണ്ട് ആരും വീണ്ടും തല്ലാനായിട്ട് തുടങ്ങുക. ഇതേ സമയം അനുവിന് നല്ല ദേഷ്യം വരിക. അലോകിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുക. എൻ്റെ ചേട്ടന് ദേഹത്തെങ്ങാനും കൈ വെച്ചാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും, പറഞ്ഞേക്കാം എന്ന് അനുശ്രീ പറയും. അത് കേൾക്കുമ്പം അലോക് ഒരു പൊടിക്ക് ഒതുങ്ങുക. കാരണം അനുശ്രീ എടുത്ത് വീണ്ടും തന്നെ ഈ എല്ലാവരുടെ മുന്നിൽ വെച്ച് എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ തനിക്ക് തന്നെ അതൊരു നാണക്കേടായി മാറും എന്ന് അലോകിന് ബോധ്യപ്പെടുകയാണ്. അപ്പം അച്യുതൻ ചോദിക്കും, ഇത്രയും നേരം എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ ഭർത്താവിനെ നിന്റെ
നിന്റെ ചേട്ടൻ നാണം കെടുത്തിയപ്പം നിനക്ക് ഒരു സങ്കടവും വന്നില്ല. ഇനി തിരിച്ച് എൻ്റെ മോൻ അവൻ്റെ നേരെ കൈ ഉയർത്തിയപ്പം നിനക്ക് വേദനിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനുശ്രീയാണെങ്കിലോ ഒന്നും മിണ്ടാത്ത തന്നെ നിൽക്കുകയാണേ. ദേ ആര്യനപ്പം പറയും, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. നിന്നെപ്പോലെ ഒരുത്തൻ താലി കെട്ടാനേ നിന്നു കൊടുത്തതിൻ്റെ പേരിലേ എൻ്റെ പെങ്ങളെ ഓർത്ത് എനിക്ക് സഹതാപോ സങ്കടമോ ഒക്കെ ഉണ്ട്. നിന്നെപ്പോലെ ഒരുത്തൻ ആയിരുന്നില്ല അവൾക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇവളോട് ഞങ്ങൾക്ക് വെറുപ്പില്ല, ഞങ്ങൾക്കാർക്കും ഒരു വെറുപ്പുമില്ല. ദേ ഞങ്ങൾക്ക് അനുശ്രീയോടുള്ളൊരു സ്നേഹത്തിന് ഒരു കുറവും ഇന്നേ വരെ വന്നിട്ടുമില്ല, ഇനിയോട്ട് വരത്തുമില്ല. ഇനി നീ ഇവളെ ദ്രോഹിക്കാൻ തുനിഞ്ഞ പൊന്നു മോനെ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയാണ്. ഓ അങ്ങനെയാണോ എന്നപ്പം അലോക് ചോദിക്കുക, ദേവമംഗലത്തുകാര് ഇവളെ തള്ളി പറയുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം അങ്ങനെയല്ലല്ലേ? ശരി എന്നാ നീ കേട്ടോ. ദേ ഇനി ഇവളെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ വിടില്ല. എനിക്ക് എന്തൊക്കെ രീതിയിൽ ഇവളെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ഇവളെ ദ്രോഹിക്കും. അത് ഇവളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, നിങ്ങളോടുള്ള വാശി കൊണ്ട്. നിന്നെയൊക്കെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാ. നീയൊക്കെ വിഷമിക്കുന്നതേ എനിക്ക് കാണണം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ എന്ന് ആര്യനെ വെല്ലുവിളിക്കുക. പറയടാ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഗോമതിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അനുശ്രീക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം നന്ദിനി പറയും, അലോകെ നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ, ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്ത തെറ്റ്. വല്യമ്മേ ഇതൊരു തുടക്കം മാത്രമാണ്, ഇതേ തെറ്റ് ഞാൻ ഇനിയും ആവർത്തിക്കും എന്ന് അലോക് വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. അച്യുതൻ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. അലോകെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാൻ നിനക്ക് ഒരു നാണോ തോന്നുന്നില്ലടാ എന്ന് നന്ദിനി വീണ്ടും പറയാം. എടാ തോന്നിയതുപോലെ ജീവിക്കാനാണ് നിനക്ക് ആഗ്രഹമെങ്കിലേ നീ എന്തിനാടാ പ്രേമോന്ന് പറഞ്ഞ് എൻ്റെ പെങ്ങളുടെ പിന്നാലെ നടന്ന് അവളുടെ ജീവിതം തൊലച്ചത് എന്ന് ആരും ചോദിക്കുക. എനിക്ക് പ്രേമോ, അതും ഇവളോട് എന്ന് അലോക് അപ്പം പറയാൻ കേട്ടോ. അപ്പം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവളോട് ഒരു പ്രേമവും ഇല്ല, മണ്ണാങ്കട്ടയില്ല, ഞാനിവളെ സ്നേഹിച്ചിട്ടുമില്ല, ഈ നശിച്ചവളെ എൻ്റെ തലയിൽ തൂങ്ങിയതാ എന്ന് അലോക് വിളിച്ച് പറയൂ കേട്ടോ. അപ്പം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണോ എന്നൊരു ചിന്ത അച്യുതനും വരിക. ദേ എൻ്റെ റേഞ്ചിനെ എൻ്റെ ഭാര്യയാകേണ്ടത് ഇവളെപ്പോലെ ഒരുത്തിയൊന്നും അല്ല, നല്ല അടിപൊളി ഒരു പെണ്ണ. എൻ്റെ കഷ്ടകാലം ഹോ ഞാനിവളുടെ കയ്യിൽ വന്ന് പെട്ടുപോയതാ എന്ന് പറയാം. എടാ എന്താടാ നിന്റെ റേഞ്ച് എന്ന് മീനാക്ഷി അപ്പം ചോദിക്കാം. അനുശ്രീയെ പോലൊരു പെണ്ണിനെ സ്വപ്നം കാണാനുള്ള എന്തെങ്കിലും യോഗ്യത നിനക്കുണ്ടോടാ? എന്നിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നോ? ഇവൾ ഒരുത്തി കാരണമാ എൻ്റെ ഭാവി തൊലഞ്ഞത് എന്ന് അലോകപ്പം എല്ലാവരോടുമായിട്ട് വിളിച്ചു പറയാണ് കേട്ടോ. അപ്പം അനുശ്രീ ആണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാതെ നിൽക്കുക. നിങ്ങളെല്ലാവരും കേട്ടോ, എൻ്റെ കൂടെ ഇവളെ സമാധാനത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇന്നു മുതൽ ഇവളുടെ കഷ്ടകാലമാണ്. എങ്ങനെയൊക്കെ ഇവളെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ടോർച്ചർ ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് ആര്യനാണെങ്കിൽ വീണ്ടും തല്ലാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മീനാക്ഷി മിത്രം കൂടി പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് അനുശ്രീ പറയും, ആര്യൻ ചേട്ടാ വേണ്ട, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയാം. ഹോ ഇപ്പോഴെങ്കിലും നിനക്ക് ഭർത്താവിനോട് സ്നേഹം വന്നല്ലോ എന്ന് അച്യുതനൊപ്പം അനുശ്രീയോട് ചോദിക്കാം. ഏട്ടൻ എന്താ ചെയ്യാൻ പോകുന്നേ? ഇവനെ കൊല്ലാൻ പോകുന്നോ? എന്തിന്? കൊന്നിട്ട് ഏട്ടൻ ജയിലിൽ പോകുമോ? ഏട്ടൻ്റെ ജീവിതം പിന്നെ എന്താകും എന്ന് അനുശ്രീ ചോദിക്കാം. ഏട്ടാ ഇവനെ എന്തെങ്കിലും ചെയ്തിട്ട് ഏട്ടൻ എന്തിനാ സ്വന്തം ജീവിതം കളയുന്നേ? അതിനുള്ള യോഗ്യതയൊന്നും ഇവനില്ല. ഇവന് ആരുടെ കൂടെയെങ്കിലും പോട്ടെ, ഏത് പെണ്ണിൻ്റെ കൂടെയെങ്കിലും ചുറ്റി പോട്ടെ, അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അവൻ ഇനി ജീവിച്ചാലും തൊലഞ്ഞാലും നശിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് അനുശ്രീ പറയാം. ഇവൻ എൻ്റെ ഭർത്താവും അല്ല, എൻ്റെ ഒരു തേങ്ങയുമല്ല എന്ന് അനുശ്രീ വീണ്ടും വിളിച്ചു പറയാൻ കേട്ടോ. അപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ ഗോമതി അവിടെ നിൽക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.